ഹായ് ഓൾ. മുഖ്യ ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഞാൻ ചെയ്യാൻ താമസിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റ NSE എന്നാണ് നമ്മുടെ FIA ഇൻഡെക്സിൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ, FIA ഫ്യൂച്ചർ ഇൻഡെക്സിൻ്റെ പൊസിഷൻ. ആ പൊസിഷൻ നമുക്ക് കിട്ടിയെങ്കിൽ ഒരു കറക്റ്റ് നാളത്തേക്കുള്ളൊരു വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്ത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളൊരു പണി എടുക്കുമ്പം അത് വൃത്തിയായിട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീക്കിലി അനാലിസിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അപ്പോൾ അങ്ങനെ ആ വീഡിയോ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡേറ്റ കിട്ടി അതെന്താ ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കൊരു വീഡിയോ അല്ല നമുക്കൊരു നിഫ്റ്റിയെ പറ്റി ഒരു വ്യൂ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത് എന്താണ്? രാവിലെ മാർക്കറ്റിൽ നല്ലൊരു സെൽ ഓഫ് കടന്നു. മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലേ. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് വന്നു. 15 മിനിറ്റ് ഞാൻ പറഞ്ഞു നിങ്ങളോട്, 15 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 15 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് 15 മിനിറ്റിന് ശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞു. 15 മിനിറ്റ് നേരം വെയിറ്റ് കഴിഞ്ഞപ്പോഴത്തെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. ആ 15 മിനിറ്റ് ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് റീബൗണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന്, ശരിയല്ലേ? മാർക്കറ്റ് ഇവിടുന്ന് റീബൗണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം ആ റീബൗണ്ട് ഫെയിലായതിനു ശേഷം വീണ്ടും ഒരു സിവിയർ സെല്ലിങ് വന്നു. ഈ ഏരിയയിലെത്തിയപ്പോൾ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം, 25,500 എന്ന് പറയുന്ന ഏരിയയിലെത്തിയപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇവിടെ കൃത്യമായി സപ്പോർട്ട് റെസൻസ് ഒന്നും ഇല്ലെങ്കിലും 25,500 എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സിൻ്റെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. പലപ്പോഴും ഈ സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്താ സംഭവിക്കുന്നത്, വളരെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ അത് ഞാൻ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു 25,500 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഓക്കെ, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കനത്തിൽ വരച്ചിട്ടിട്ട് പറഞ്ഞു ഇവിടെ മാർക്കറ്റ് ഒരു പക്ഷേ സപ്പോർട്ട് കയറാനുള്ള സാധ്യത ഉണ്ട്, നമുക്കിവിടെ വാച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. മാർക്കറ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങി. ഈ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല സപ്പോർട്ടിലെത്തുമ്പോഴും മാർക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് താഴോട്ട് ഒരു എന്താ പറയുന്നത്, ഞാൻ പൊട്ടുവാണ് എന്നൊരു പ്രതീതി വരുത്തി തീർക്കും. അങ്ങനെ ഇവിടെ ഒരു പൊട്ടുവാണ് എന്നൊരു പ്രതീതി വരുത്തി തീർന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടുന്ന് പതുക്കെ റീബൗണ്ട് ചെയ്യാൻ തുടങ്ങി. കറക്റ്റായിട്ട് 5 മിനിറ്റ് ഒരു ബുള്ളിഷ് മൊമെൻ്റ് നമുക്ക് തന്നു മാർക്കറ്റ്, 5 മിനിറ്റ് ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഒരു 1 ഡേ റാലി മാർക്കറ്റ് നമുക്ക് തന്നു. ഇവിടുന്ന് ഒരു ഷോർട്ട് കവറിംഗ് ആണ് നടന്നത്. ഷോർട്ട് കവറിങ് നടന്നോ അല്ലെങ്കിൽ ഷോർട്ട് കവറിങ് ഇവിടെ ഒരിക്കൽ ഞാൻ എന്തുകൊണ്ടെന്ന് വെയിറ്റ് വെച്ചാൽ, ഒന്നുകിൽ ഇത് ഷോർട്ട് കവറിങ് ആണോ അതോ ഇത് ഇവിടെ ബിൽഡപ്പ് ആണോ. ഓക്കെ, ഇത് ഷോർട്ട് കവറിങ് ആണോ ബിൽഡപ്പ് ആണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ഈ ഷോർട്ട് കവറിങ്ങും ബിൽഡപ്പും രണ്ടാണ്. ഷോർട്ട് കവറിങ് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് കവറിങ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പലരും മുകളിൽ നിന്ന് ഷോർട്ട് ചെയ്ത ആ സംഭവം താഴെ നിന്ന് എക്സിറ്റ് ആകുന്നു. അങ്ങനെ താഴെ ഷോർട്ട് ചെയ്ത സാധനം താഴെ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവിടെ ഒരു ബൈ പ്രഷർ വരും, മാർക്കറ്റ് തിരിച്ചവിടുന്ന് ഈ ഷോർട്ട് എക്സിറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ബൈ പ്രഷർ വന്ന് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് പോകും. ഇതാണ് ഷോർട്ടിൻ്റെ, അതായത് ഷോർട്ട് കവറിങ്ങിൻ്റെ കാര്യം. അത് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ബിൽഡപ്പ് ആണെങ്കിൽ എന്താണ്, ഇവിടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്, പുതുതായിട്ട് പൊസിഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ഇന്ന് എന്താ സംഭവിച്ചെന്നുള്ളതാണ് എനിക്കിന്ന് അറിയേണ്ടത്. ഇത് നമ്മുടെ ഷോർട്ട് കവറിങ് വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയതാണോ അതോ ഇവിടെ പൊസിഷൻ ബിൽഡപ്പ് ചെയ്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയതാണെന്നുള്ള ഡൗട്ടിലാണ് ഞാൻ ഇന്ന് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡേറ്റ ഇപ്പോൾ വന്നു. അപ്പോൾ ഡേറ്റ നമുക്ക് നോക്കാം, എന്താണ് ഡേറ്റ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഡേറ്റ അതാ വന്നു. ഇപ്പോഴാണ് ഡേറ്റ, സാധാരണ രീതിയിൽ ഇത് നാട്ടിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡേറ്റ വരേണ്ടതാണ്. പക്ഷേങ്കിൽ ഇന്ന് ഇപ്പം സമയം എത്രയായി, 10:30 ആയപ്പോഴാണ് ഡേറ്റ വന്നത്. അപ്പോൾ ഈ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഡേറ്റയ്ക്കകത്തിൽ ഇന്നലത്തെ ഡേറ്റയാണിത്, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഡേറ്റയാണിത്, ഇത് ഇന്നത്തെ ഡേറ്റയാണ് അല്ലേ. 92% ഷോർട്ടാണ് ആര്, FIAs ഇല്ലേ. ഇപ്പോഴും ആ ഷോർട്ട് അവർ മാറിയിട്ടില്ല. ഈ ഷോർട്ട് ഇതുവരെയായിട്ട് ഇവർ മാറിയിട്ടില്ല. അപ്പം ഇതിനർത്ഥം എന്താണ്, ഷോർട്ട് കവറിങ് മൂലമല്ല, FIAസിൻ്റെ ഷോർട്ട് കവറിങ് മൂലമല്ല മാർക്കറ്റ് മോളോട്ട് പോയത്. പിന്നെന്താണ്, ഒരു ബിൽഡപ്പ് നടന്നത്. എങ്ങനെയാണ് ബിൽഡപ്പ് നടന്നത്? ഇവിടെ റീറ്റെയിലേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം 73% അത് 74%, 1% കൂടി. ഇവിടെ DAs ഒന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഓക്കെ, ഇവിടെ പ്രോയോ 61%, ഇവിടെ 59%, 2% അവിടെയും കൂട്ടി.
അപ്പം കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 40% നിന്ന് 61%, 40% നിന്ന് 61% പൊസിഷൻ ആര് ബിൽഡ് ചെയ്തു? പ്രോ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ തിക്തഫലമായിട്ടാണ് അതിൻ്റെ അനുബന്ധമായിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഇന്ന് മുകളിലോട്ടൊരു റാലി നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ കാണുമായിരിക്കാം. എൻ്റെ പേഴ്സണൽ അഭിപ്രായ പ്രകാരം പ്രോ ഇവിടെ പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തതിൻ്റെ ടെമ്പററി ആയിരിക്കാം, ടെമ്പററി ബിൽഡപ്പ് ആയിരിക്കാം. ചിലപ്പോൾ അവർ മുകളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ എക്സിറ്റ് ആയിരിക്കാം. നമുക്ക് അറിയുന്ന കാര്യമല്ല. ഇതിൻ്റെ കറക്റ്റ് കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നാളെ FIs ഇവിടുന്ന് ഒഴിയുന്നുണ്ടോ നമ്മൾ അറിയണം. നാളെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും 26,000 ഒരു പക്ഷേ നമുക്ക് അങ്ങോട്ട് വരാം. 26,000 ഒരു പക്ഷേ മാർക്കറ്റ് ടച്ച് ചെയ്യുകയും മാർക്കറ്റ് 26,000 മുകളിൽ ക്ലോസ് ചെയ്യുകയും ഈ ഷോർട്ട് പൊസിഷൻ ഇവിടുന്ന് ഇവർ കുറയ്ക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നാളെ ഈ ഷോർട്ട് പൊസിഷൻ ഇവിടെ കുറയുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ഇവരുടെ ആശ നശിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കോൺഫിഡൻറ്റ് പോയി. മാർക്കറ്റ് ഇനിയും താഴോട്ട് പൊട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ള കോൺഫിഡൻസ്. ഓൾറെഡി ഇപ്പം കറൻ്റ്ലി ഇവർ പ്രോഫിറ്റിലാണ്. ഈ ഒരു ദിവസം മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇവർക്ക് എക്സിറ്റ് ചെയ്തിട്ട് അവസാനം വൈകുന്നേരം ആകുമ്പോൾ വേണമെങ്കിൽ ഇവിടെ ബിൽഡ് ചെയ്യാം. ഇപ്പോൾ 92 രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 92 മാർക്കറ്റ് കുറച്ച് ആദ്യത്തെ 15 മിനിറ്റ് തന്നെ താഴോട്ട് നോക്കിയപ്പോൾ ഒരു 3% ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ എക്സിറ്റ് ചെയ്ത് വിചാരിച്ചു. എക്സിറ്റ് ചെയ്തതിന് അതിന് മുകളിലോട്ട് കയറിപ്പോയതിന് ശേഷം വേണമെങ്കിൽ വൈകുന്നേരം വീണ്ടും ഈ 3% തിരിച്ച് മേടിക്കാമല്ലോ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഇവർ ഈ 92% ഉള്ളത് ഒരു 4% വിറ്റെന്ന് വിചാരിച്ചു. ബാക്കി 88% ഇല്ല, ശരിയല്ലേ? മാർക്കറ്റ് ഇവിടെ തിരിച്ച് റാലി ഇവരുടെ ഇത് വെച്ച് ഇവിടുന്ന് മേലോട്ട് റാലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഷോർട്ട് 4% അഴിച്ചു വിട്ടപ്പോഴാണല്ലോ മാർക്കറ്റ് മുകളിലോട്ട് കയറിയത്, ശരിയല്ലേ? മുകളിലോട്ട് കയറിയപ്പോൾ വീണ്ടും ഇവിടെ ഈ 4% ഇവർ തിരിച്ചുവിടെ മേടിക്കുക. അപ്പോഴും പൊസിഷൻ മാറുന്നില്ലല്ലോ, സെയിം അല്ലേ? മാർക്കറ്റിൽ ഒരു സംഭവം സിങ് നടന്നു. പക്ഷേ സിങ് നമ്മൾ ഡേറ്റയ്ക്കകത്ത് നമ്മൾ കാണുന്നില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ അനുമാനിക്കാം. ഇതെല്ലാം അനുമാനങ്ങളാണ്. എൻ്റെ മാത്രം ഒരു അനുമാനമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം ഈ പറയുന്നത്. അപ്പോൾ ഈ നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാളെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും 26,000 അടുത്തോ അല്ല അതിന് മുകളിലോ ക്ലോസ് ചെയ്യുകയും ഈ 92% എന്ന് പറയുന്ന ഷോർട്ട് ഇത് 12-ാം തീയതി ആണല്ലോ, 92% എന്ന് പറയുന്ന ഷോർട്ട് അഴിക്കുകയും ചെയ്താൽ ഇത് കുറയുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പ്ലസ് നമുക്ക് ബജറ്റ് ന്യൂസുകൾ ധാരാളം ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഇതിന് ഉപോത്ബലകമായിട്ട് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കത്തക്ക രീതിയിലുള്ള പല ന്യൂസുകളും മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് തൽക്കാലം ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ കാര്യം ഞാൻ പറഞ്ഞ ഏകദേശം മനസ്സിലായെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ റാലി ചെയ്തു. നിങ്ങൾ ഇഷ്ടംപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കി, ധാരാളം പേര് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു, ഒക്കെ ശരിയാണ്. കൃത്യമായി നമ്മുടെ ലൈനിൽ വന്ന് മാർക്കറ്റ് അവസാനിച്ച് 25,806 ഇല്ലേ? അവിടെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കറക്റ്റ് നമ്മുടെ വരയിൽ വന്ന് ക്ലോസ് ചെയ്ത് എല്ലാ വരകളും കൃത്യമായിരുന്നു, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടുള്ള എന്താണ് 26,015 ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ തലവര ഇല്ലേ? 26,015 നമ്മൾ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം ബാക്കി നമുക്ക് അന്നേരം തീരുമാനിക്കാം. ഓക്കെ, തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. താഴോട്ടാണെങ്കിലും ബാക്കി ലെവലുകളെല്ലാം കിടപ്പുണ്ട്. ഇപ്പോൾ ഇതല്ല എൻ്റെ വിഷയം. അപ്പോൾ ഇനി മാർക്കറ്റിനെ മുന്നോട്ട് ഇത് നയിക്കാനുള്ള ന്യൂസുകൾ എന്താണ് ഇനി അടുത്ത? ഇതൊക്കെ ഈ പൊസിഷനൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് അനുബന്ധമായിട്ടുള്ള ന്യൂസുകൾ വേണം. അല്ല അതിനനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവ് ഡേറ്റകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മാർക്കറ്റ് നടക്കണം. അതിനനുസരിച്ചല്ലേ നമ്മൾ പൊസിഷൻ ബിൽഡ് ചെയ്യത്തുള്ളൂ, ശരിയല്ലേ? ഒരു പൊസിഷൻ ബിൽഡ് ചെയ്യണം എന്ത് വേണം? നല്ല റിസൾട്ട് വരണം, അല്ലെങ്കിൽ നല്ല ഒരു എന്തെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ടൈപ്പ് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കമൻസ് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ വരണം. അങ്ങനെ പല കാരണങ്ങൾ പുറത്താണ് പൊസിഷൻ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൊസിഷൻ ബിൽഡ് ചെയ്യത്തക്ക രീതിയിൽ എന്താ സംഭവിച്ചത്? ഇന്നത്തെ നമ്മൾ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂസ് മാർക്കറ്റ് ഒരു പകുതി ഉച്ചയൊക്കെ ആയപ്പോൾ വന്നു. ഇന്ന് പുതിയ US അംബാസഡർ ഇന്ന് സ്ഥാനമേറ്റു. അദ്ദേഹത്തിൻ്റെ പേര് എന്തായിരുന്നു? സെർജിയോ ഗോർ എന്ന് പറയുന്ന ഗോർ എന്ന് പറയുന്ന ഒരു US അംബാസഡർ ഇന്ന് ഇന്ത്യയിൽ സ്ഥാനമേറ്റു, US അംബാസഡറായിട്ട്. വന്നപ്പോൾ തന്നെ മോദിയെ ട്രംപിനെ പൊക്കി പറഞ്ഞു. ഇവർ പറഞ്ഞത് അവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ്, വേർപിരിയാൻ പറ്റുന്ന സുഹൃത്തുക്കളാണ്, ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, ബൈ ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പൊക്കി. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഉടൻ തന്നെ ട്രേഡ് ഡീലിൻ്റെ ഒരു ഫൈനലൈസ്
റിസൾട്ട് ഉടനെ വരും, നാളെ തന്നെ ഒരു ഫോൺ കോൾ വരും, നാളെ തന്നെ ഇതിന് പുനരാരംഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ബ്ലാ ബ്ലാ ഡയലോഗുകൾ വന്നു. അപ്പം ഇത് ഓൾറെഡി പിന്നെയും എന്താണ് ട്രേഡ് ഡീലിൽ ജീവൻ വെക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയാണ് മാർക്കറ്റിൽ വന്നേക്കും. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക് സിലിക്ക, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. പാക് സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്ക ജെൽ, സിലിക്ക റെയർ എർത്ത് ഉണ്ടല്ലോ, റെയർ എർത്ത് മിനറൽ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. റെയർ എർത്ത് മിനറൽസ് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ളത് ചൈനയിലാണ് ഉള്ളത്. അപ്പം ഈ റെയർ എർത്ത് മിനറൽസ് AI ചിപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് ഈ റെയർ എർത്ത് മിനറൽ കൊണ്ട് എന്താ ഉണ്ടാക്കുന്നത്? കൂടുതൽ ഉണ്ടാക്കുന്നത് AIയുടെ ചിപ്പുകളും സെമി കണ്ടക്ടറുകളാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഇത് ഗ്ലോബലി പിന്നെ ഒരു സപ്ലൈ ചെയിൻ ഉണ്ടാക്കുന്ന, സപ്ലൈ ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൺസോർഷ്യമാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ പറഞ്ഞ എന്താണ് എൻ്റെ പേര്, പാക് സിലിക്ക. എഴുതി വെക്കുക, അല്ല മറന്നുപോകും. പാക് സിലിക്ക. ഓക്കെ, ഇതൊരു കൺസോർഷ്യമാണ്, പല രാജ്യങ്ങൾ ചേർന്നൊരു കൺസോർഷ്യമാണ്. ഇവരാണ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഈ AI ചിപ്പിൻ്റെയും സെമി കണ്ടക്ടറിൻ്റെ ഒക്കെ എന്താ പറയുന്നത്, ഇതിൻ്റെ വിപണനം അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾക്ക് ഇത്ര വേണം അല്ലെ ഒരു സപ്ലൈ ഇവരാണ് നിയന്ത്രിക്കുന്നത്. പാക് സിലിക്ക എന്ന് പറയുന്ന ഒരു കൺസോർഷ്യമാണ്. അപ്പോൾ ഈ കൺസോർഷ്യത്തിനകത്തിൽ ഏതൊക്കെ രാജ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. US ഉണ്ട്, ജപ്പാനുണ്ട്, കൊറിയ ഉണ്ട്, സിംഗപ്പൂറുണ്ട്, നെതർലൻഡ് ഉണ്ട്, UK ഉണ്ട്, ഇസ്രായേൽ ഉണ്ട്, UAE ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. ഇതിനകത്ത് ഇന്ത്യ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ഉള്ള ഒരു കൺസോർഷ്യമാണ് ഈ പാക് സിലിക്ക എന്ന് പറയുന്ന സംഭവം. ഇവരാണ് ഗ്ലോബലി ഈ പറയുന്ന AI സെമി കണ്ടക്ടറിനെ നിയന്ത്രിക്കുന്ന ഒരു കൺസോർഷ്യം. അപ്പോൾ ഇതിനകത്തോട്ട് ഇന്ത്യയെ US ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, അതൊരു വലിയ ന്യൂസാണ്. ഇന്ത്യയെ ഇത്ര നാൾ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ കൂടെ നമ്മളുടെ ഇന്ത്യയും ഈ പാക് സിലിക്കയിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. അതായത് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഫോർ AI ചിപ്പ് ആൻഡ് സെമി കണ്ടക്ടർ, ഈ വകുപ്പിലോട്ട് നമ്മളുടെ ഇന്ത്യയും ഇവരെന്ത് ചെയ്തു, ഇൻവൈറ്റ് ചെയ്തു. അത് നമ്മുടെ ഇന്ത്യ അതിനകത്ത് ഒരു അംഗമാക്കിയത് കൊണ്ടാണ് നിങ്ങൾ നോക്കി അറിയാം NMDCയും GMDCയും ഒക്കെ ഇന്ന് പറന്നു. ഇവരൊക്കെ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളാണ്. ഇവരൊക്കെ ഇതുകൊണ്ടിന്ന് പറന്നു. ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഇന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു ന്യൂസ് മൊമെൻറ്റം. ഓക്കെ, ഇതായിരുന്നു ഒരു ന്യൂസ് ഇമ്പാക്റ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ പുറകിലാണ് മാർക്കറ്റ് ഇന്ന് മേലോട്ട് റാലി ചെയ്തത്. അപ്പം ഇത് വലിയൊരു പിന്നെ ഒരു പോസിറ്റീവ് സൈഡാണ്. കാരണം ഇന്ത്യ അതിനകത്തൊരു അംഗമാക്കുന്ന ഉടനെ ഇന്ത്യക്കും അപ്പോൾ നമുക്കും എന്താണ് പിന്നെ ഈ പിന്നെ സെമി കണ്ടക്ടറിൻ്റെ ഷോർട്ടേജ്, നമ്മുടെ മാനുഫാക്ചറിങ് ഓട്ടോമൊബൈലിലൊക്കെ അത്യാവശ്യമുള്ള സാധനമാണ് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഷോർട്ടേജ് വരുമ്പോൾ ഇന്ത്യക്ക് അതിനകത്തൊരു പ്രിഫറൻസ് കിട്ടും. മനസ്സിലായി പറഞ്ഞേ? അപ്പം ഇന്ത്യയും അതിനകത്ത് പങ്കാളിയാകുമ്പം ഇന്ത്യക്കും ഇത് വളരെ പ്രശ്നങ്ങളില്ലാതെ ഈ സാധനങ്ങൾ അവൈലബിലിറ്റി ഉണ്ടാകും എന്നുള്ള ഒക്കെ ചുറ്റിപ്പറ്റി കുറേ ധാരണകളുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഒറ്റ കാര്യം വെച്ചാൽ ഈ സപ്ലൈ മുറിയത്തില്ല എന്നുള്ളത്, നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ കിട്ടും എന്ന്. അത് മാത്രമല്ല ചൈനയെ ഒന്ന് മയപ്പെടുത്തുക അല്ലെങ്കിൽ മെരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്. കാരണം ചൈനയാണല്ലോ ഇപ്പോൾ ഇതിനകത്തിലെ ഏറ്റവും വലിയ മൊണോപ്പൊളി ആയിട്ട് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ഓസ്ട്രേലിയയിലൊക്കെ ഈ മിനറൽസ് ധാരാളം ഉണ്ട്. പക്ഷേ എന്നാലും ഇതിനകത്തിലെ ഏറ്റവും കൂടുതൽ കൈയാളുന്നത് ചൈനയാണ്. അപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ചൈനയ്ക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിനകത്തിൽ ഇന്ത്യയെ മുൻനിർത്തി കളിക്കുക എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ പിന്നാമ്പറ സംസാരം. അതൊക്കെ എന്തെങ്കിലുമായിട്ട് നമുക്ക് അത് സംസാരിക്കണമായിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നലെ മിനിയാന്ന് വന്ന ന്യൂസാണ്. പിന്നെ നമ്മുടെ ജർമ്മനിയുമായിട്ട് 114 റഫേൽ ജെറ്റ്, ഓക്കെ, 114 റഫേൽ ജെറ്റ് വാങ്ങിക്കാനുള്ള ഡീല് ഓൾറെഡി നമ്മുടെ ജയശങ്കർ പിന്നെ ജർമ്മനിയുമായിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പം അത് ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇതെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിലാണ് നിർബന്ധിക്കുന്നത്. ഇന്ത്യയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യയിലാണ് അവരുടെ ടെക്നോളജി വെച്ചിട്ട് ഇന്ത്യയിലാണ് ഈ സാധനം ഉണ്ട്. ആക്ച്വലി നേരത്തെ 90 എണ്ണമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 114 കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 114 കൂട്ടിയപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കണം എന്നാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിർമ്മിക്കാമെന്ന് ജർമ്മനി അവർ എഗ്രി ചെയ്യുകയും ചെയ്തു. ഇതും ഒരു നല്ല ന്യൂസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ പ്രകാരം. അപ്പോൾ ഇത്രയൊക്കെയാണ് മാർക്കറ്റിനെ മേലോട്ട് നയിക്കാനുള്ള കാര്യം. ഇനി അടുത്തൊരു കാര്യം, ഞാൻ ഇന്നലെ നമ്മൾ ശനിയാഴ്ച വെള്ളിയാഴ്ച നമ്മൾ വീക്കിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ
ഒന്ന് രണ്ട് കാര്യം പറയണം. നമ്മൾ റിലയൻസിനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. റിലയൻസിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ന് റിലയൻസ്, ഞാൻ പറഞ്ഞു റിലയൻസ് ഏറ്റവും നല്ല സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് റാലി ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞു. രാവിലെ റിലയൻസ് ഒന്ന് വീണെങ്കിലും ഞാൻ പറഞ്ഞു 1459 പറഞ്ഞൊരു സപ്പോർട്ടാണെന്ന് പറഞ്ഞു. ആ സപ്പോർട്ടിൽ എത്തിയതിന് ശേഷം മാർക്കറ്റ് ഈ റാലിയോടെ റിലയൻസ് നല്ല സുന്ദരമായിട്ട് റാലി ചെയ്ത് നല്ലപോലെ സസ്റ്റെയിൻ ചെയ്തു. ഒരു ബേസ് സപ്പോർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ബേസ് സപ്പോർട്ടിൽ റിലയൻസ് റാലി ചെയ്തു. ഇത് നമ്മുടെ നിഫ്റ്റിയെ മുകളിലോട്ട് നയിക്കാനുള്ള ഒരു ചാലക ശക്തിയായിട്ട് ഇത് വർത്തിക്കും റിലയൻസ്. അപ്പം നാളെ റിലയൻസ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കുക. അതുപോലെ തന്നെ TCSൻ്റെയും HCLTechൻ്റെയും റിസൾട്ട് വന്നു. റിസൾട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റിസൾട്ടാണ്. ഇനി അതിനകത്ത് ഉള്ളുകളികൾ എന്തുവെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പം നോക്കി ADR നോക്കിയാലും വലിയ കുഴപ്പമില്ലാതാണ് ഇൻഫിഡ് ADR പോകുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ IT സെക്ടറും ഒരു പോസിറ്റീവ്നെസ് നമുക്ക് തരുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയണം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പോസിറ്റീവ്നെസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ 26,000 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് തന്നെ നമുക്കൊരു നല്ലൊരു ബ്രേക്കൗട്ട് നൽകി. ഈ 59,600 60,000 എത്തണം. 60,000 എത്താനുള്ള പുറപ്പാടിലാണ് ബാങ്ക് നിഫ്റ്റി ഇറങ്ങി പുറപ്പെട്ടേക്കുന്നത്. ഇപ്പോൾ എന്തായാലും 59,239 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 60,000 എത്താനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും പറഞ്ഞ് അതും നിർത്തുന്നു. കാരണം HDFC അതിൻ്റെ കൂടെ തന്നെ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. HDFC ഇന്ന് ഇച്ചിരി നെഗറ്റീവിൽ പോയെങ്കിലും ക്ലോസ് ചെയ്തത് ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്ത്. ഈ 940 വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഈ 940 സസ്റ്റെയിൻ ചെയ്യുന്നു, ഇവിടുന്ന് മുകളിലോട്ട് നിൽക്കുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ HDFCയും കൂടെ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറെ ഒത്തിരി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. മിഡ് ക്യാപ്പിലോട്ട് വരാം. മിഡ് ക്യാപ്പിൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ റാലി ചെയ്യാനുള്ള സാധ്യത, ഒരു പോസിറ്റീവ് ട്രിഗർ കിട്ടിയാൽ ഏറ്റവും കൂടുതൽ റാലി ചെയ്യാനുള്ള സാധ്യത മിഡ് ക്യാപ്പിൽ ഉണ്ട് എന്ന് പറയുന്നു. BSE നല്ല വെൽഡൺ പെർഫോമൻസ് ആയിരുന്നു. 120 പോയിന്റ് ഇന്ന് BSE ഇന്ന് പെർഫോം ചെയ്തു. അത് മാത്രമല്ല, ഇവിടെ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ വരച്ചിട്ടിരുന്നു ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ രൂപപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ ഏകദേശം ഇവിടുന്ന് നോക്കിക്കേ, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇതാണ്. നമ്മൾ ഈ വരയ്ക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് വരണമെന്നില്ല. പക്ഷേ നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടിയാൽ മതി, അല്ലേ? മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 13,771 ഒക്കെ പിന്നെ ഇവിടുന്ന് മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നാളെ ഏതിനെ വാച്ച് ചെയ്യണം? ഇതിനെ വാച്ച് ചെയ്യുക. ഈ പാറ്റേൺ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 13,771 പിന്നെ അവിടുന്ന് ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാളെ ട്രേഡ് ചെയ്യുന്നതിൽ BSE ഒന്ന് ശ്രദ്ധിച്ചേക്കുക. BSE നല്ല രീതിയിൽ നല്ലപോലെ പെർഫോം ചെയ്യുകയാണ്. ഇവിടുന്ന് 2,800 കടന്ന് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിഡ് ക്യാപ്പും പോകാനുള്ള കാര്യമുണ്ട്. മിഡ് ക്യാപ്പും പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മിഡ് ക്യാപ്പിന് ഇന്ന് പുറകോട്ട് വലിച്ച ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമിൻസ് ആണ്. കുമിൻസ് ഭയങ്കരമായിട്ട് ഇന്ന് പിന്നെ ഇതിനെ പുറകോട്ട് വലിച്ചു. ഏകദേശം നല്ല രീതിയിൽ നല്ലൊരു ഡൗൺഫോൾ ആയിരുന്നു കുമിൻസിന് കിട്ടിയത്. ആ കുമിൻസിൻ്റെ ഈ ഡൗൺഫോൾ കൊണ്ടാണ് നിഫ്റ്റി കൂടുതലും മിഡ് ക്യാപ്പ് അണ്ടർ പെർഫോം ചെയ്തത്. പക്ഷേ കോഫോർജും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. IT സെക്ടറിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ കോഫോർജ് പ്രോസസ് സിസ്റ്റവും നാളെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് മിഡ് ക്യാപ്പിനെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സമയം ഒത്തിരി കടന്നുപോയി എങ്കിലും ഇത് പറയേണ്ട അനിവാര്യതയായതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. എന്തായാലും നാളെ നമുക്ക് ഡാറ്റ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ നിങ്ങളാണെന്ന് കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരോടും സഹകരിച്ച് എല്ലാവർക്കും നന്ദി. താങ്ക് യു. നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.